വർഷങ്ങളായി വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാത്ത സഹോദരിമാരുടെ വിവാഹം നടക്കാനുള്ള വീഡിയോ ആണിത്. നേരത്തെ നാം വിവാഹ തടസ്സം പൊതുവിലെ അത് പുരുഷന്മാരുടേതാണെങ്കിലും സ്ത്രീകളുടേതാണെങ്കിലും ആ തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ വയസ്സൊരുപാടായി ഒരുപാട് വർഷങ്ങളായി വിവാഹം ആലോചിക്കുന്നു, ആലോചന നടത്തി അതിൻ്റെ അവസാന ഘട്ടത്തിൽ വരെ എത്തും, എന്നിട്ടതങ്ങ് മുടങ്ങിപ്പോകും. അത് പല ആളുകളും മുടക്കുന്നതാകാം, അല്ലെങ്കിൽ സിഹറുമായി ബന്ധപ്പെട്ട് അവർക്ക് അങ്ങനെ ഒരു പ്രയാസമുണ്ടാകാം, അല്ലെങ്കിൽ കണ്ണീറുണ്ടാകാം. അതേപോലെ തന്നെ ചില വിഷയങ്ങൾ, കൈവിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അങ്ങനെ മറ്റെന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതൊക്കെ തടസ്സപ്പെട്ട് നിൽക്കാം. അപ്പൊ സിഹറുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നീക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അമല് നാം പറഞ്ഞിട്ടുണ്ട്. കൈവിഷയവുമായി ബന്ധപ്പെട്ടതും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇതിന്റെ മുമ്പുള്ള വീഡിയോസുകൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ പല വിഷയങ്ങളും ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. വിവാഹം നടക്കാതെ വളരെയധികം പ്രയാസപ്പെട്ട് നിൽക്കുന്ന കുടുംബങ്ങൾ, ആ കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ, സഹോദരിമാരുടെ, സ്ത്രീകളുടെ വിവാഹം വളരെ പെട്ടെന്ന് നടക്കാനുള്ള ഒരു അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിലെ വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്ന സഹോദരിമാർ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്ത് അവരോട് ഇത് കൃത്യമായി ചെയ്യാൻ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ വിവാഹം നടക്കാൻ അതൊരു കാരണമായി മാറിയേക്കാം. അല്ലാഹു വിവാഹം തടസ്സപ്പെട്ട് നിൽക്കുന്നവരുടെ തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്ത് നല്ല റാഹത്തുള്ള, സന്തോഷമുള്ള, ഖൈറായ രൂപത്തിലുള്ള ഒരു ഇണയെ റബ്ബ് സുബ്ഹാനഹു വ തആല അടുപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ നേരിട്ട് കാണാൻ, അതേപോലെ തന്നെ നേരിട്ട് കാണാൻ വരുന്നവരൊക്കെ ഈ ശൈത്വാനിയത്തിന്റെ റൂഹാനിയുടെ ഒക്കെ വിഷയങ്ങളുള്ളവർ, പിശാച് ബാധയേറ്റവര്, അവരൊക്കെ നേരിട്ട് വരാനുള്ള ഒരു വിഷയങ്ങളിലേക്ക് പറയുമ്പോൾ നമ്മളൊക്കെ പറയാറുള്ളത്, ഇപ്പൊ നിങ്ങൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള സമയം. അതുകൊണ്ട് തന്നെ ഈ സമയത്തൊന്നും അത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കാൻ കഴിയൂല. കാരണം ഒരു പിശാചുമായി, ശൈത്താനുമായി ബന്ധപ്പെട്ട ഒരു ഇളകുന്ന ഒരു പേഷ്യന്റിനെ നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് വേണ്ടി ചുരുങ്ങിയതൊരു 1.5-2 മണിക്കൂർ ചെലവഴിക്കേണ്ടി വരും. ചിലപ്പോൾ അത് മുഴുവനായിട്ട് ഇളകിപ്പോകാന് ചിലപ്പോൾ ഒരു 4-5 മണിക്കൂർ ഇരുന്നാലേ ചിലപ്പോൾ അതിൻ്റെ ആ ശക്തിയൊക്കെ കുറഞ്ഞ് അതിങ്ങനെ റെഡിയായി കിട്ടണമെങ്കിൽ അത്രയും സമയം എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കത് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ ഇപ്പോൾ എടുക്കുന്നില്ല. ബാക്കിയുള്ള വിഷയങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നേരിട്ട് എപ്പോൾ വേണമെങ്കിലും ഫോൺ വിളിച്ച് ബുക്ക് ചെയ്ത് ഒരു ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ ആ സമയം നിങ്ങൾക്ക് തീർച്ചയായും വരാൻ പറ്റുന്നതാണ്. ഇന്ന് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് കുറച്ച് വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെലിവറിയുമായി ബന്ധപ്പെട്ട വീഡിയോ, സുഖപ്രസവത്തിന് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ശക്തമായ തലവേദന അനുഭവിക്കുന്നവരാണ്. അവരുടെ തലവേദനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഷിഫയാകാൻ വേണ്ടിയിട്ട് വീട്, സ്ഥലം, പറമ്പ് ഇവകളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ച ഒരുപാട് ആളുകളുണ്ട്. അത് വിറ്റുപോകാൻ വേണ്ടിയിട്ടുള്ള വളരെ ഫലപ്രദമായ ഒരു അമല് പറഞ്ഞിട്ടുള്ള വീഡിയോ, ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരുണ്ട്, ആ കടങ്ങൾ വീടാനുള്ള വീഡിയോ, അതേപോലെ തന്നെ ഏത് ആവശ്യവും നിമിഷങ്ങളെ കൊണ്ട് അത് പൂർത്തീകരിച്ചെടുക്കാനുള്ള 2 മാർഗങ്ങൾ നാം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു 12,000 ബിസ്മിയുടെ ഒരു മാർഗം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വേറൊരു തഹജ്ജുദ് നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു മാർഗം പറഞ്ഞിട്ടുണ്ട്. രണ്ടും നല്ല ഫലമുള്ളതാണ്. അതിൽ കഴിഞ്ഞ ദിവസം നമുക്ക് ലഭിച്ച, ചൊല്ലി തുടങ്ങി അത് പൂർത്തീകരിച്ച ഒരു കുടുംബത്തിന്റെ ഒരൊറ്റ അനുഭവം മാത്രം, ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരൊറ്റ അനുഭവം മാത്രം പറയാം. 27 വയസ്സായ മകള്, ആ 27 വയസ്സായ മകളുടെ വിവാഹം 22ാമത്തെ വയസ്സ് മുതൽ അവർ നോക്കി തുടങ്ങിയതാണ്. അതായത് അതിന്റെ മുമ്പേ നോക്കി തുടങ്ങിയിട്ടുണ്ടാകും. അവർക്ക് അങ്ങനെ ഒരു വിവാഹം നടക്കുന്നില്ല എന്നുള്ളൊരു പ്രയാസം തുടങ്ങിയത് ഏകദേശം 22 വയസ്സ് മുതൽ ഇങ്ങനെ വല്ലാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. അൽഹംദുലില്ലാ, അവര് നമ്മൾ ആ വീഡിയോ ഏകദേശം ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ, 12,000 ബിസ്മിയുടെ വീഡിയോ. ആ വീഡിയോ ഇട്ടു. അവരെന്നോട് അതിന്റെ പ്രത്യേക സമ്മതമൊക്കെ ചോദിച്ചു. അവരത് ചൊല്ലാൻ വേണ്ടി തുടങ്ങി. ഞാനതിന്റെ കൃത്യമായ ചൊല്ലേണ്ട റൂട്ടൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. അവരത് ചൊല്ലി പൂർത്തീകരിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ചൊല്ലി പൂർത്തീകരിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് അവരുടെ വിവാഹം ശരിയായി, അവരുടെ വിവാഹം നിശ്ചയിച്ചു, കല്യാണ ഡേറ്റ് തീരുമാനിച്ചു. അതൊക്കെ നമ്മളെ പവർ കൊണ്ടൊന്നല്ല, അത് അവരാ ചൊല്ലുന്ന ആ അമല് എന്ന് പറഞ്ഞാൽ മഹാന്മാർ പറഞ്ഞ അമല. അത് അവരുടെ നാക്ക് കൊണ്ട്, അത് നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്കത് ഇത് ചൊല്ലിയാൽ എനിക്കത് സാധിച്ചു കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അതാണ് വിശ്വാസം.
ഇതിങ്ങനെ ഒരു കേവലം വെറുതെ ചൊല്ലുന്നതിനപ്പുറത്തേക്ക് ഇത് ഞാൻ ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്ക് അത് സാധിച്ചു കിട്ടുമെന്നത് ഞാനിത് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. കാരണം അത് വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തി അതങ്ങ് ചൊല്ലി അൽഹംദുലില്ലാ. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഞാൻ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ അടുത്ത് റീസെന്റ് നമുക്ക് കിട്ടിയ ഒരു അനുഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവോപരി അവരുദ്ദേശിച്ചതിലുപരി ഖൈറായ രൂപത്തിൽ അത് നടത്താനും സന്തോഷത്തോടെ ജീവിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഏത് ആഗ്രഹവും സാധിച്ചു കിട്ടാനുള്ള 2 വീഡിയോസ് ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല ഓർമ്മശക്തി നമ്മുടെ മക്കൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതും പല കുട്ടികളും അതേപോലെ മുതിർന്നവരൊക്കെ ചെയ്തു തുടങ്ങുന്നുണ്ട്. സിഹറുമായി ബന്ധപ്പെട്ട് വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയുന്ന 2 വീഡിയോസ്, ഉള്ള സിഹർ ബാത്തിലാക്കാനും സിഹർ ഉണ്ട് എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാനുമുള്ള വീഡിയോസ്, അതേപോലെ തന്നെ കണ്ണേറ്, വാഹനാപകടം രക്ഷപ്പെടാൻ, കൈവിഷവുമായി ബന്ധപ്പെട്ട് ഈ പിശാച് ബാധ, റൂഹാനി ഇവയുമൊക്കെ ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആവശ്യമുള്ളവർ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാൻ സാധിക്കും. അതൊക്കെ കണ്ടാൽ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. ജീവിതത്തിൽ ഇത്തരം വിഷയങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അത് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് അത്തരം വിഷയങ്ങൾ ഒഴിവാക്കാനും ബാത്തിലാക്കാനൊക്കെ സാധിക്കും. ഒരുപാട് ആളുകൾ പറയുന്നത് പല സ്ഥലങ്ങളിലും ഉസ്താദേ, ഒരുപാട് തങ്ങന്മാരെടുത്ത് ഒരുപാട് ആലിമീങ്ങളെടുത്ത് വർഷങ്ങളായി ഞങ്ങൾ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നു, ഒന്നും പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ചിലത് പരിഹരിക്കപ്പെടാത്തതിൻ്റെ കാരണം അത് പരിഹരിക്കപ്പെടാനുള്ള സമയമായിട്ടുണ്ടാവില്ല. ഇപ്പൊ ഈ ശൈത്വാനുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ ചിലത് പെട്ടെന്ന് ഇളകിപ്പോകും, ചിലതാണെങ്കിൽ മാസങ്ങളോളം എടുക്കും, ചിലത് വർഷങ്ങളോളം എടുക്കും. അതതിന്റെ ഗൗരവത്തിനും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചാണ് ഇരിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് വീഡിയോസുകളൊക്കെ ആവശ്യമുള്ളവരൊക്കെ ഇതിൽ പോയാൽ കാണാൻ സാധിക്കും. വിവാഹം മുടങ്ങിക്കിടക്കുന്ന സഹോദരിമാർ, സ്ത്രീകൾ, അവരുടെ ഉമ്മമാർ, ഉപ്പമാരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സിഹർ, കണ്ണേർ ഇവയുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത് ചെയ്യാം. ആ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ബാത്തിലാക്കി ആ പ്രശ്നങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ വിവാഹം വളരെ നന്നായി, വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു ഇണ വന്നു ചേർന്ന് വിവാഹം നടക്കാൻ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹം മുടങ്ങിക്കിടക്കുന്ന, തടസ്സപ്പെട്ട് നിൽക്കുന്ന, അത് കാരണമായിട്ട് മാനസികമായി വളരെയധികം പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. എന്നോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നല്ല ഖൈറായ സുഖദുഃഖ സമ്മിശ്രത്തിലായി ജീവിക്കുന്ന രൂപത്തിലുള്ള നല്ലൊരു ഇണയെ നീ അടുപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. അപ്പൊ വിവാഹം വളരെ നന്നായി നടക്കാനുള്ള വളരെ ഫലപ്രദമായ ഒരു അമല് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 10 മർറാത്ത്, അത് 10 തവണ എഴുതാനാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. അതേപോലെ തന്നെ 10 വാവുകൾ, 3 മീമുകൾ, 3 ലാമുകൾ, 3 സുലൈമാൻ ഖാത്തും എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് നിങ്ങൾ ഏതെങ്കിലും ഉസ്താദന്മാരോട് ചോദിച്ചാൽ മതി, എല്ലാ ഉസ്താദന്മാർക്കും അതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എഴുതുക. അതിനുശേഷം എന്ന് പറയുന്ന ആയത്ത് എഴുതുക. ഇത് എഴുതിയിട്ട് നിങ്ങൾ വീടിന്റെ ഉള്ളിൽ, അവർക്ക് റൂമുണ്ട് എന്നുണ്ടെങ്കിൽ ആ റൂമിന്റെ ഉള്ളിൽ ഒരു ഭാഗത്ത്, വൃത്തിയുള്ള ഭാഗത്ത് വളരെ വൃത്തിയോടുകൂടെ വെക്കുക. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല അള്ളാഹുവിൻ്റെ ഇതിനുകൊണ്ട് ആ വിവാഹം വളരെ ആത്മാർത്ഥമായി നല്ല രൂപത്തിൽ ചെയ്തതാണെങ്കിൽ അള്ളാഹു നല്ല ഖൈറായ ഇണയെ അടുപ്പിച്ചു കൊടുക്കാൻ അത് കാരണമാകും. അത് വിശുദ്ധ ഖുർആനല്ലേ, ആ ഖുർആൻ കൊണ്ടുള്ള ഒരു അമലല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ 5 വഖ്ത് നിസ്കാരങ്ങൾ ഖളാ ആക്കരുത്, ധാരാളം ദിക്റുകൾ ചൊല്ലണം, ഹറാമുകളുമായി ബന്ധപ്പെടരുത്, അള്ളാഹുവിനെ മറന്ന് ജീവിതം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകരുത്. ആ രൂപത്തിൽ തന്നെ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയൊക്കെ വളർത്താൻ വേണ്ടി ശ്രമിച്ചാൽ ജീവിതത്തിൽ വലിയ സന്തോഷവും ഫത്വവും അഭിവൃദ്ധിയും ഒക്കെ കൈവരിക്കാൻ അത് കാരണമാകും. അള്ളാഹു അത്തരം മുത്തഖീങ്ങളുടെ അഹ്ലുകാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചപ്പോഴും ചോദിക്കാം. ഫോൺ കോളുകൾക്കാണ് ഞാൻ വലിയ പ്രയാസം പറയുന്നത്. നമുക്ക് ഫോൺ കോൾ വരുന്ന സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഫോണിൽ. അതുകൊണ്ട് ഫോൺ കോളുകളിൽ നിങ്ങളൊരു നിയന്ത്രണം ചെയ്ത് നിങ്ങൾ മെസ്സേജുകൾ ഏത് സമയത്തും അയച്ചാൽ ഇൻഷാ അല്ലാഹ് അതിന് സൗകര്യം പോലെ റീപ്ലൈ ചെയ്യാൻ പറ്റും. റീപ്ലൈ കിട്ടാത്ത ആളുകളുണ്ട്, ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ റീപ്ലൈ നൽകാനും പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.